ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ 4ാമത്തെ എപ്പിസോഡിലും എവിക്ഷൻ നടന്നിരിക്കുന്നു. 4 പേരെ തന്നെയാണ് എവിക്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ എപ്പിസോഡിലും 4 പേരെ വെച്ച് മാറ്റുകയാണെന്ന് തോന്നുന്നു. എന്തായാലും 6 പേർക്കല്ലേ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടക്കാൻ കഴിയൂ. ബാക്കി 36 പേരെ പറഞ്ഞുകൊണ്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും. എനിവേ, ഇതിനകത്ത് ഇന്നലെ ആദ്യം എവിക്റ്റ് ആയത് അനഘയാണ്. അനഘയുടെ കാര്യം പറയുന്നത് തന്നെ, അനഘ നല്ല പ്ലെയർ ആണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അനഘയുടെ പ്രസൻസ് പക്ഷേ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി കുറച്ചുകൂടെ ഇവർക്ക് എക്സ്പോസ് ചെയ്യണം. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് മാറണേ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ ഇവർ മറന്നുപോയതുപോലെ ആയിരിക്കും അഗ്നിപരീക്ഷയുടെ ആ ഒരു ഫ്ലോറിനുള്ളിൽ കാണിക്കുന്നത്. ഇവരെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ടാസ്ക് മുഖാന്തരം അല്ലെങ്കിൽ ടാസ്ക് നോക്കിയിട്ടേ അല്ല എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ടാസ്കും ഉണ്ടാകാം, പക്ഷേ ടാസ്കിനകത്ത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവരുടെ പേഴ്സണാലിറ്റി ഇവർ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 4 എപ്പിസോഡായിട്ട് കാണുന്നെങ്കിൽ ഇവർ കുറേ ദിവസമായെന്ന് തോന്നുന്നു ഇതിനുള്ളിലൊക്കെ വന്നിട്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവർ ഇവരെ നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ മോണിറ്റർ ചെയ്തിട്ട് ഇവരുടെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ വെച്ചിട്ടായിരിക്കും ഇവരെ നോട്ടമിട്ടിട്ട് ഔട്ടാക്കുന്നത്. ഒന്ന് അങ്ങനെ അനഘയായിരുന്നു. രണ്ടാമത് പോയത് നസിയാണ്. നസിയ പിന്നെ നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. നസിയയുടെ പ്രസൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ആ ഒരു ഗെയിമിലൊക്കെ വന്നാൽ പോലും ഒരു ചതഞ്ഞ മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ആദ്യം നമ്മൾ വലിയ എക്സ്പെക്റ്റ് ചെയ്തതാണ്, മോഡലൊക്കെ ആയതുകൊണ്ട് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണ്. മൂന്നാമത് പോയ ഒരാളെന്ന് പറഞ്ഞാൽ അമലാണ്. അമലിനെ കുറിച്ച് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അമൽ വന്ന ദിവസം മുതൽ എനിക്ക് അമൽ ഇതിനകത്ത് നിൽക്കും എന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അമൽ വന്ന ആ ഒരു ദിവസം പോലും അമലിനെ കുറിച്ച് പറയുന്നത് പോലും നല്ലൊരു രീതിയിൽ പറഞ്ഞിട്ടില്ല. നമ്മളുടെ മനസ്സിലോട്ടൊട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അമലിനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ബാക്കിയുള്ള എപ്പിസോഡിൽ. പിന്നെ ഇന്നലെയാണ് കാണുന്നത്. ഇന്നലത്തെ ആ ഒരു ടാസ്കിലൊക്കെ അമലിൻ്റെ വലിയ പ്രസൻസ് ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം അമൽ ഔട്ടായി. അമലിനെ ഔട്ടാക്കിയപ്പോൾ അമൽ വലിയ വേദനയോടെയാണ്, അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ അമൽ ആരോടും മിണ്ടാതെ, പക്ഷേ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മളതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പം കാണിക്കേണ്ട രീതി അതല്ല. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയുണ്ട്. അത് കാണിക്കാതാണ്, പ്രായത്തിൻ്റെ ആവും, അത് കാണിക്കാതെയാണ് അമൽ പോയത്. ആരോടും മിണ്ടാതെ എവിക്റ്റായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒറ്റ തിരിഞ്ഞങ്ങ് പോകുമായിരുന്നു. ഇല്ല, ഒരു മാതിരി വെട്ടാൻ ചെന്ന പോത്ത് തിരിഞ്ഞോടുന്നത് പോലെ. അത് കഴിഞ്ഞ് എവിക്റ്റായ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂജയാണ്. പൂജ ഈ പറഞ്ഞ കൂട്ട് തന്നെ പൂജയ്ക്കും ഇതിനകത്ത് നിൽക്കാനൊരവസരമുണ്ടായിരുന്നു. പക്ഷേ പൂജ എന്തോ അഗ്രസീവായിട്ട് പെരുമാറി എന്നുള്ളത് രഞ്ജിനി എടുത്തു പറയുന്നുണ്ട്. ശരിയാണ്, നമ്മൾക്കും തോന്നിയിട്ടുണ്ട്. പൂജ വേണ്ടടുത്തും വേണ്ടാത്തടുത്തും എല്ലാം ഓവറായിട്ട് കുറച്ച് എക്സ്പോസ് ചെയ്തു. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും അഗ്രസീവായിട്ട് മാത്രം കാണിക്കുക എന്നുള്ളതല്ല, നല്ല വശങ്ങളും കാണിക്കണം. ശരി, നിങ്ങൾക്ക് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാം, സംസാരിക്കേണ്ടാത്തിടത്ത് മിതത്വം പാലിക്കാൻ പഠിക്കണം. അത് പഠിക്കാഞ്ഞതിൻ്റെതാണ് ഇന്നലെ പൂജ പുറത്തു പോയത്. പൂജയൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു BB മെറ്റീരിയലാകാൻ പറ്റിയ ഒരാളായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.